ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സിമ്പിളായിട്ട് ഉള്ളൊരു കൊഴുക്കട്ടയോ മോദകമോ എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. മോദകമാണ് ഞാൻ ശരിക്കും ഉദ്ദേശിച്ചത്. അത് കൊഴുക്കട്ടയുടെ സെയിം ഫില്ലിങ് തന്നെയാണ്, പിന്നെ നമ്മളൊരു ഷേപ്പ് മാറ്റി ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ അതിൻ്റെ ഫില്ലിങ് എങ്ങനെയാണെന്നുള്ളത്. ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു കടായിലോട്ട് ഇട്ട് കൊടുത്ത്, അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ആണ് ഞാൻ റെഡിയാക്കുന്നത് ആദ്യം. അപ്പോൾ അതിലോട്ട് തന്നെ ഒരു അരക്കപ്പോളം ശർക്കരയും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലോട്ട് ഒരു 2-3 അല്ലി നമ്മൾ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി നമ്മുടെ ശർക്കരയ്ക്ക് ഒന്ന് ഉരുകി വന്ന് ഒന്ന് യോജിച്ചാകുമ്പോഴേക്കും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ. നല്ല ഡ്രൈ പാടില്ല, കാരണം ചൂട് തണിയുമ്പോഴേക്കും അത് ഏകദേശം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ നോക്കും കേട്ടോ. നമ്മൾ ഏകദേശം ഒരു പരുവാകുമ്പോഴേക്ക് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഫില്ല് ചെയ്യുക കേട്ടോ. ഈ നെയ്യ് ഒഴിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് പഴമൊക്കെ ഉണ്ടെങ്കിൽ പഴമൊക്കെ കട്ട് ചെയ്ത് ഇടാം. പക്ഷെ ഞാനിന്ന് പഴം ഇടാത്തതെന്ന് വെച്ചാൽ കുറച്ചും കൂടി നമ്മുടെ ലൂസാവട്ടെ ഈ ഒരു ഫില്ലിങ് എന്ന് പറയുന്നത്, അതാണ് പഴം ചേർക്കാത്തത്. പിന്നെ ഞാനിത് അരിപ്പൊടി നല്ല തിളക്കുന്ന ചൂടുവെള്ളമാണ് കേട്ടോ. നമ്മുടെ കൈക്ക് പറ്റുന്ന ആ ഒരു രീതിക്കുള്ള ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ, ഉപ്പ് ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഒന്ന് ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചിട്ട് ഉപ്പിട്ട് തിളപ്പിച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അങ്ങനെ വറ്റിച്ചെടുത്തിട്ട് നമുക്ക് മാവ് റെഡിയാക്കാം. അത് കുറച്ചും കൂടി എന്താ പറയുക, അതിനേക്കാൾ കുറച്ചും കൂടി ഈസിയാണ് ഈ ഒരു മെത്തേഡ്. ഇതുപോലെ നമ്മൾ ഉണ്ടയാക്കിയിട്ട് അതിൻ്റെ നടുവിലേക്ക് ഒന്ന് പരത്തി എടുത്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അതിലോട്ട് നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റേതെന്ന് വെച്ചാൽ കുറച്ച് ചൂട് ആറിയില്ലായിരുന്നേ, അപ്പോൾ കൈയൊക്കെ ചെറുതായിട്ട് പൊള്ളി. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഒരു സൈഡൊക്കെ ഇങ്ങനെ മോമോസിൻ്റെ രീതിക്കൊക്കെയാണ് കേട്ടോ ഇത് മടക്കുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല അരിപ്പൊടിയല്ലേ, അപ്പം നല്ലൊരു മിനുസമൊന്നല്ല അരിപ്പൊടിക്ക്, അതായത് പുട്ടുപൊടി. അപ്പം നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ ആണെങ്കിൽ നല്ല പെർഫെക്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുത്തു കേട്ടോ. എന്താ പറയുക, വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ഷേപ്പല്ലേ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നോർത്ത് സൈഡിലൊക്കെ ഇതിനെ മോദക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗോതമ്പ് പൊടിയിലാണ്, പക്ഷെ ഞാൻ അരിപ്പൊടിയിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളേ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്ന് വെച്ചാൽ ഞാനൊരു ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ഇലയുടെയൊക്കെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ്, ഇലയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ. അപ്പോൾ നമ്മുടെ മോദക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സിമ്പിളല്ലേ മോദക്ക് എന്ന് പറയുന്നത്, ഇത്ര വലിയതായിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ നല്ല ഫില്ലിങ്സ് അടിപൊളിയാണ് കേട്ടോ. ഒന്ന് എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ബായ്.